എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് തനിനാടൻ ചീരത്തോരൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ കെട്ട് ചീര നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തണ്ടോടുകൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. നന്നായി കഴുകിയതിന് ശേഷം മാത്രം അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 10-15 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഉള്ളി ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് ചെറുതായി മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം. ചീര ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ അത് അടച്ചു വയ്ക്കാം. വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒന്നാണ് ചീര. ചീരയുടെ കൂടെ തണ്ട് കൂടി ഇട്ടുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വയ്ക്കുന്നത്. ചീരയുടെ തണ്ട് കൂടി നന്നായി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയാൽ ചീരയും ചീരത്തണ്ടും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഒരുപാടൊന്നും വേവില്ലാത്തതാണ്. നല്ല ലീഫി വെജിറ്റബിൾ ആണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് തീർത്തും ഓപ്ഷണലാണ്. ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഒരുപാട് ചേർക്കരുത്. 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ബൗളിൽ ചിരവിയ തേങ്ങ കൂടി ചേർക്കാം. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വരെയൊക്കെ തേങ്ങ ചേർക്കാം. തേങ്ങ ചേർക്കും തോറും ചീരത്തോരൻ്റെ ടേസ്റ്റ് കൂടും. തേങ്ങ കുറച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു ലീഫിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർക്കാം. 1/2 കപ്പെങ്കിലും മിനിമം ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി തീ ഓഫ് ചെയ്യാതെ തന്നെ ചെറിയ തീയിൽ വെക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ചീരത്തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. ബേസിക് റെസിപ്പികളും കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റെസിപ്പികൾ കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്